പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ രക്തം പരിശോധിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നതായിട്ട് പലരും മനസ്സിലാക്കുന്നത്. രക്തം പരിശോധിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പല രോഗങ്ങളും പല ലക്ഷണങ്ങളോടും കൂടിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമുക്കൊരു വൈറൽ ഫീവർ വന്നു കഴിയുമ്പോൾ നമുക്ക് പനി വരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഛർദി അല്ലെ വയറ്റിളക്കം വരുന്നു. അല്ലെ ടൈഫോയിഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് വയറ്റിളക്കം, പനി, ഛർദി മുതലായവ ഉണ്ടാകുന്നു. മഞ്ഞപ്പിത്തം വന്നു കഴിയുമ്പോൾ നമുക്ക് മൂത്രത്തിന് മഞ്ഞ നിറം വരുന്നു. ഇങ്ങനെ പല ലക്ഷണങ്ങളോട് കൂടിയാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ഈ രക്തത്തിലെ കൊളസ്ട്രോൾ കൂടിയിരുന്നാലും പലർക്കും അല്ലെങ്കിൽ മിക്കവർക്കും ഒരു ലക്ഷണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റ് പല അസുഖങ്ങളും അതുപോലുള്ളതുണ്ട്. അതായത് ഫാറ്റി ലിവർ ഒരു ലക്ഷണമില്ലാത്ത അസുഖമാണ്. നമ്മുടെ ശരീരത്തിൽ BP കൂടിയിരുന്നു കഴിഞ്ഞാലും പലപ്പോഴും അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. വളരെ കൂടിക്കഴിയുമ്പോൾ മാത്രമേ തലവേദനയോ തലകറക്കോ ബാക്കി ലക്ഷണങ്ങൾ ഉണ്ടാകാറുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാലും നമുക്ക് സാധാരണഗതിയിൽ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ ചിലരിൽ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ഈ ചെറിയ ലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടോ എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാകുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രക്തം പരിശോധിച്ച് നമുക്കത് കൺഫേം ചെയ്യാം നമ്മുടെ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുള്ള ചികിത്സ നമുക്ക് നേരത്തെ തന്നെ എടുക്കാം. അല്ലെങ്കിൽ നമ്മളെ ഡയറ്റ് കൺട്രോൾ അല്ലെങ്കിൽ എക്സർസൈസ് ഒക്കെ നമുക്ക് നേരത്തെ തുടങ്ങാം. അപ്പോൾ കൊളസ്ട്രോൾ മൂലം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ചിലരിൽ മാത്രം കാണുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ചിലർക്ക് അമിതമായ ക്ഷീണം വരാം, ചിലർക്ക് കൈയും കാലുമൊക്കെ ചിലപ്പോൾ ഡംബിനെസ് ഉണ്ടാകാം, അതുപോലെ തന്നെ മസിൽ പെയിൻ ഉണ്ടാകാം. ഇതൊക്കെ ചെറിയ ലക്ഷണങ്ങളാണ്. അത് മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമാണ് താനും. പിന്നെ കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അതായത് ഈ കൊളസ്ട്രോൾ നമ്മുടെ ത്വക്കിനടിയിൽ അടിഞ്ഞുകൂടി നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കൺപോളയിൽ, അതായത് മുകളിലത്തെ കൺപോളയിലും താഴത്തെ കൺപോളയിലും മഞ്ഞ നിറത്തിലുള്ള ചെറിയ തടിപ്പുകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ പലരും അത് മറ്റു പലരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ചിലരിലെങ്കിലും അങ്ങനെയുള്ള തടിപ്പുകൾ ചിലപ്പോൾ കാണുമായിരിക്കാം. അത് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തടിപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ രക്തം പരിശോധിച്ച് കൊളസ്ട്രോൾ കൂടുതലുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. പിന്നെ നമ്മുടെ കൃഷ്ണമണി നോക്കുമ്പോൾ ഡോക്ടർമാർക്ക് ഈ കൊളസ്ട്രോൾ കൂടുതലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കൃഷ്ണമണിയുടെ മുകളിലും താഴെയും ഒരാർക്ക് പോലെ നമുക്ക് ശ്രദ്ധിക്കുവാൻ പറ്റും. അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ചുറ്റും ഒരു ബ്രൗൺ റിങ് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനെ ആർക്കസ് സെനിലിസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. ഈ കണ്ണിൻ്റെ പോളയുടെ മുകളിലും താഴെയുമായിട്ടുണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള തടിപ്പിനെ സാന്തലാസ്മ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ കൈമുട്ടിലും അതുപോലെ തന്നെ കാലിൻ്റെ കണ്ണങ്കാലിൻ്റെയൊക്കെ ത്വക്കിൻ്റെ അവിടെ ചിലപ്പോൾ ചില ചെറിയ തടിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ മുഴകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതും കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന ഒന്നാണ്. അതിനെ സാന്തോമ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലും കാലുകളിലുമൊക്കെ നമുക്ക് വിരൽ മടക്കാനും നൂർക്കാനും ഒക്കെ സഹായിക്കുന്ന ടെൻഡൻ എന്ന ഒരു കാര്യമുണ്ട്. ഈ ടെൻഡനിൽ ചിലപ്പോൾ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ചെറിയ മുഴകൾ പ്രത്യക്ഷപ്പെടാം. അതിനെ ടെൻഡൻ സാന്തോമ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ചിലപ്പോൾ പ്രത്യേകിച്ചും മുഖത്തൊക്കെ ഈ മഞ്ഞ നിറത്തിലുള്ള ചെറിയ തടിപ്പുകൾ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഇവയൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ അടയാളങ്ങൾ. അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുമ്പോൾ ചിലരിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില അടയാളങ്ങൾ. അപ്പോൾ ഇവയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് രക്തം പരിശോധിക്കാതെ തന്നെ അറിയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ അടയാളങ്ങൾ എന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രക്തം പരിശോധിക്കുകയും ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ നോക്കി നമുക്ക് നല്ല കൊളസ്ട്രോള്, ചീത്ത കൊളസ്ട്രോള് ഇവയെ വകം തിരിച്ച് നോക്കി അവ കൂടുതലുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാര നിയന്ത്രണമുണ്ട്, അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യണം, അതുപോലെ തന്നെ ചിലപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇനിയും വളരെ ചെറിയ രീതിയിലാണ് കൊളസ്ട്രോൾ പ്രശ്നങ്ങളെങ്കിൽ നമുക്ക് ആഹാര നിയന്ത്രണവും വ്യായാമവും മാത്രം മതി, മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് മുതലായ രോഗങ്ങളിലേക്ക് ഈ റേസ്ഡ് കൊളസ്ട്രോൾ കൊണ്ടുവന്ന് എത്തിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ അവയെ പ്രിവെൻറ്റ് ചെയ്യുവാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.